സുമിൻ ക്യാമറമാൻ സുമിൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു റാലി എടുക്കാനായിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് മറ്റോല് ഒരിക്കലും വരാൻ സാധ്യതയല്ല. അവർക്ക് ഒത്തൊരുമല്ല പാർട്ടിയിൽ, അവരൊന്നും തല്ലുപിടിയാണ്, കച്ചറാണ്. ഏട്ടത് വായിക്കും. ഇപ്രാവശ്യത്തെ 10ാമത്തെ 11ാമത്തെ ഗഡ്ജറ്റിന്റെ ഭാഗമല്ല. ഓ 100% വിശ്വസിക്കുന്നു. അല്ല പ്രതിപക്ഷമല്ല, സോറി പ്രതിപക്ഷം എല്ലാം പൊടിയാ. പ്രതിപക്ഷം പറയുന്നല്ല. ആലും വെറുതെ വിനീത് അധീശൻ എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ച് പറയുന്നല്ലേ. ആരാ ഇഷ്ടപ്പെട്ട നേതാവ്? അച്ഛനാണോ ഇഷ്ടപ്പെട്ട നേതാവ്? ആരാ ഇഷ്ടപ്പെട്ട നേതാവാരാ? നേതാവാണോ? വിദ്യാർത്ഥികൾക്ക് യാതൊരു രീതിയിലുള്ള സാധനം അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ ഒരു ഭരണം. അതായത് നിരവധിയായ മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത് വരുമ്പോൾ ഇനിയും വികസിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. സുമിൻ ക്യാമറമാൻ സുമിൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു റാലി എടുക്കാനായിട്ട്. ഐ തിങ്ക് മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹിസ്റ്ററിയിലൊക്കെ ഇതുപോലെ ഒരു മലയാള യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരു കേരളാസ് ബിഗസ്റ്റ് റാലി എന്ന് പറയുന്നൊരു സംഭവം ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം വേറെ ഉണ്ടായിരിക്കില്ല. അത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ഡോക്യുമെൻ്ററി സ്റ്റൈൽ ഇതായിരിക്കും, ഒരു എക്സ്പെരിമെൻ്റൽ സാധനമാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാതെ നോക്കാം. പ്രവർത്തനമാണോ? എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട്? ആവേശം തന്നെയല്ലേ, ആവേശം തന്നെ. മൂന്നാമതും LDF വരുമെന്ന് തോന്നുന്നുണ്ടോ? തരംഗം തന്നെയല്ലേ, അതൊരു മാറ്റമില്ലല്ലോ. തരംഗം തന്നെയല്ലേ ഇവിടെ. അവിടുന്ന് ഇവിടം വരെയുള്ള ജാഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ഈ പങ്കാളിത്തമൊക്കെ എങ്ങനെയുണ്ട്? പങ്കാളിത്തം നല്ല പങ്കാളിത്തം. നമുക്ക് വൈകുന്നേരം കാണാമല്ലോ പങ്കാളിത്തം. സംഭവം സേഫ് ആണോന്ന് അറിയത്തില്ല, എന്നാലും പരിപാടി ഉഷാറാവുന്നുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് പേരാമ്പ്ര ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെയാ സംഭവങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്രയാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റാലീസ് ഹാപ്പനിങ് ഇൻ പേരാമ്പ്ര. അപ്പോൾ ആ റാലി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ റാലിക്കകത്തുള്ള കുറച്ച് ഫണ്ണായിട്ടുള്ള സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാം. അപ്പം നേരെ നമുക്ക് റാലിയിലോട്ട് പോകാം. ഭയങ്കര ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനക്കൂട്ടം. എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട്? ഉഷാറ് തന്നെ. LDF 3.0 അങ്ങനെയാണോ? 100% LDF 3.0 100% ആവേശമുണ്ട്, ഭയങ്കര ആവേശമാണ്. അതായത് എതിരാളികളുടെ ഒരു സാധനം ഇവിടെ ഏക്കത്തില്ല, അങ്ങനെയാണോ? ഒരാളെ ഏക്കത്തില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും നല്ല ആവേശത്തിലാണ്. നമുക്ക് നടുക്കൂടെ കയറി ഒന്ന് നടന്നു പോകാം. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബാക്കിയുള്ള ഞാൻ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജാഥ തന്നെയാണ് ഇത്. എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട്? മൈക്ക ഭയങ്കര
അപ്പൊ ഈ എതിരാളികളൊക്കെ പറയുന്നോ? വിരളി കൊണ്ട് നിൽക്കുകയാണ് ഈ യുവജന യാത്ര കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരും. ഭരണം നാട്ടില് വികസനം മാത്രം പോരെ ജനങ്ങൾക്ക്. സതീശൻ പറയുന്ന കേട്ടിട്ട് കാര്യമില്ല. അവര് ചൂരൽ മലയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. കോൺഗ്രസ്സുകാരുള്ള ഫണ്ട് തീർത്ത് പിരിച്ചിട്ട് കോൺഗ്രസ്സുകാരുള്ള ഫണ്ട് തീർത്ത് പിരിച്ചിട്ട് ഇതുവരെ കൊടുത്തോ? ഇല്ല. അതെല്ലാം പിട്ടടിച്ചതല്ലോ. കൂടുതൽ ഈ ജാഥയിൽ കൂടുതൽ സ്ത്രീജനങ്ങളാണെന്ന് തോന്നുന്നു. സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാനായിട്ടാണ് തോന്നുന്നു ഈ ജാഥയിൽ കുറച്ച് സ്ത്രീ. ചേച്ചിയോട് ചോദിച്ചേക്കാം. ചേച്ചി, മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട് ജാഥയുടെ? എങ്ങനെ ആവേശം എങ്ങനെയുണ്ട്? ജാഥയുടെ ആവേശം എങ്ങനെയുണ്ട്? ജാഥയുടെ ആവേശം എങ്ങനെയുണ്ട്? വികസന ജാഥയുടെ ആവേശം എങ്ങനെയുണ്ട് ചോദിക്കാനാ? അത്രേ ഉള്ളൂ. ഇവിടെ അല്ല വരുന്നത്, അപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് വേഗം ഫ്രണ്ടിൽ പോയാൽ മാത്രമേ അപ്പുറത്തെ സൈഡിലെത്താൻ പറ്റുള്ളൂ. എത്താം അമ്മച്ചി. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെയിൽ. പക്ഷെ ആവേശമുണ്ട്. വന്നോ. ഒരു കാര്യം വളരെ കമൻറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയധികം ആൾക്കാരെ ഒരു ജാഥയ്ക്ക് കൂട്ടി ഒരു ശക്തി പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് അത് എനിക്ക് തോന്നുന്നു LDF അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാത്രമേ എനിക്കത് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. ഈ 3 ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ചില ഘടകങ്ങളിൽ ഉണ്ടായിരുന്നത് ഗോവിന്ദൻ വന്ന് പോയാൽ അവിടെ കഴിഞ്ഞ പരിപാടി. പിണറായി വരുന്നിടത്ത് എല്ലായിടത്തും നമ്മൾ കുറേ കാലം കച്ചവടത്തിന് വരാം. അവര് തന്നെ സംഭവം. പിണറായി വരുവോളും അമ്പച്ചല്ല. പിണറായി ബസ് കാട്ടി നിർത്തിയ മൈതാനം കച്ചവടം. എല്ലാ സ്ഥലത്തും നേതാക്കന്മാരും വരുന്ന ആവേശം. ഇപ്പൊ ഗോവിന്ദൻ വരുന്ന ആവേശം. ഗോവിന്ദൻ വന്നാലും 2 ആൾ പ്രസംഗിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗോവിന്ദൻ പ്രസംഗിക്കും. അത് പേർക്കൊക്കെ അറിയാം. പിണറായി വന്നാലും ഈ മാക്സിമം ആൾക്കാർ പ്രസംഗിച്ചിട്ട് പിണറായി പ്രസംഗിക്കും. എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രസംഗിച്ചൊരു കാര്യമാണ്. പിണറായി ഇങ്ങോട്ട് സ്റ്റേജ് വന്ന് കസാലയിൽ എണീച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് മൂന്നാമത് LDF? അതെല്ലാം 90%
അല്ല അതിപ്പോ ഉണ്ടാവില്ല. ആകെ 50 അതിനാ തന്നാ ചിലപ്പോ ഞാൻ കൊടുക്കും. ഒരു കച്ചവടം അതെല്ലാം സ്വതവേ പറയുന്നത് അതാണ് വരുന്നത്. എല്ലാരും അഭിപ്രായം അങ്ങനെ തന്നെയാണ് പിണറായി വരുന്നത്. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഓ 100% വിജയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാല് മറ്റോല് ഒരിക്കലും വരാൻ സാധ്യതയല്ല. അവർക്ക് ഒത്തൊരുമല്ല പാർട്ടിയിൽ. അവരൊന്ന് തല്ലുപിടിയാണ്, കച്ചറാണ്. കേട്ടത് വായിച്ചോളി. അവരൊന്ന് കച്ചറാണ്. അവര് അഥവാ പിന്നെ ഓല് വന്നാൽ തന്നെ 8 or 10 മുഖ്യമന്ത്രിമാരുണ്ട്. അല്ല സത്യ കോൺഗ്രസിൽ എല്ലാരും മുഖ്യമന്ത്രിമാരാ. എല്ലാരും മുഖ്യമന്ത്രിമാരാ. യോജിപ്പില്ല. കേരളത്തിൽ എത്രയോ കോടിക്കണക്കിന് ജനങ്ങളില്ലേ, അവരൊക്കെ അങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാല് ഏതൊരു നേതാവാലും അതിനൊരു കഴിവ് വേണോ? അതിനൊരു കഴിവ് വേണോ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കേന്ദ്രത്തില് ഈ രാഹുൽ ഗാന്ധി വന്ന് മോളൊട്ടാകം ഇത് നടത്തി. കേന്ദ്രത്തിൽ മുഴുവനും പല പരിപാടികളും നടത്തി. ജയിച്ചാരാ ഇലക്ഷൻ മോഡിക്ക് 100 അല്ലേ? മോഡി എല്ലാവരും പറഞ്ഞാൽ വടക്കാച്ചാണ് ജയിക്കുന്നത്. മോഡിയാണ്. പക്ഷെ പിണറായി 20 പിണറായി വടക്കാച്ച പിണറായി ആരും പറഞ്ഞില്ല. പിണറായി വടക്കാച്ചത് ആരും പറഞ്ഞില്ല. എല്ലാ സർവേയിലും പിണറായി മുന്നിലുണ്ടേ. അത്ര വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടൂല. എങ്കിലും ജയിക്കാനുള്ളത് കിട്ടിയല്ലോ. അത് മതിയല്ലോ. അവരത്ര പ്രതീക്ഷകളുണ്ട്. ജയിക്കാനുള്ളത് അവര് കിട്ടണം. അത് അവര് പ്രതീക്ഷിക്കുന്നതാണ്. അവർക്ക് ക്ഷണപെൻഷൻ കൊടുത്തു. അത് ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. 34 ലക്ഷത്തോളം സ്ത്രീകളെ കൂടെ ചേർത്ത് പിടിച്ചു. ക്ഷണപ്രവർത്തന സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം ശേഷം ഏതാണ്ട് ഒരു മഹായുദ്ധമായി കേരളത്തെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. വികസനത്തിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത്, കരുതലിന്റെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം ഈ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത 60 മണ്ഡലങ്ങളിലൂടെയാണ് ഈ വടക്കൻ മേഖലാ ജാഥ സഞ്ചരിക്കുന്നത്. മറ്റ് 2 ജാഥകളും 40 വീതം മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കും. മൂന്നാമത് LDF സർക്കാർ തന്നെ വരും. മൂന്നാമത് LDF തന്നെയാണ് വരുന്നത്. വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എല്ലായിടത്തും നല്ല ആളായിരുന്നു. എല്ലാ നല്ല പാർട്ടിയിലെല്ലാം ശരി. പോട്ടെ. മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഒരു ആശുപത്രി കോഴിക്കോടാണ്. ബാക്കിലോട്ട് നോക്കും. അങ്ങനെ നമ്മള് പേരാമ്പ്ര കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന നാദാപുരത്താണ്. ഒരു ദിവസം ഫുള്ള് ഈ വികസന ജാഥയുടെ കൂടെ കാണണമെന്നുള്ളത് ഒരു എന്താ പറയുക ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അമ്മച്ചി പോകുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഇവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗോവിന്ദ മാസ്റ്ററിൻ്റെ കൂടെ ഒരു 1-on-1 ഒരു സംസാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നേരെ വികസന റാലിയുടെ പരിപാടിയിലേക്ക്. ഇത് കാണാൻ വന്നതാണോ? പാർട്ടിക്കാരനാണോ? മൂന്നാമത് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് രാജ്യം നിലനിൽക്കേണ്ടി മൂന്നാമത്തെ അല്ലേ പോക്കാൻ. എന്തുകൊണ്ട് മൂന്നാമത് വരുമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് വെച്ചാൽ എല്ലാ കൂട്ടവും ഈ ഭരണം ഇല്ലെങ്കിൽ, ഈ പിണറായി വിജയൻ്റെ ഭരണം, ഈ അടുത്ത വർഷത്തിൻ്റെ ഭരണം ഇല്ലെങ്കിൽ രാജ്യം ഉണ്ടാവും. മൊത്തം നശിച്ച് ഇയാൾ ചോദിക്കുന്നത് എന്തുകൊണ്ടായി ഇതിക്കടാ ഇത് തന്നെ നമ്മളോട് ചോദിക്കുന്ന അല്ലേ? എന്താണ് അല്ലേ? നമ്മൾ പറയുന്നത് ഈ ഭരണം നിലനിൽക്കണം. നമ്മൾ ഈ ഭരണം നിലനിൽക്കണം. എന്തുകൊണ്ടാ അങ്ങനെ? എന്തുകൊണ്ടാ പറയുന്നത്? എന്തുകൊണ്ട്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നതുകൊണ്ട് ആ പ്രസ്ഥാനല്ലേ. അപ്പൊ ഈ മറ്റേ ബാക്കി ഓപ്പോസിഷൻ പ്രതിപക്ഷം ഓരോന്നൊക്കെ പറയുന്നത് അതെല്ലാം വെറുതെ പൊളി പറയുന്നല്ലേ, വെറുതെ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നല്ലേ. ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളൊക്കെ? ചേട്ടൻ വിശ്വസിക്കും? ഓ 100% വിശ്വസിക്കുന്നു. അല്ല പ്രതിപക്ഷമല്ല, അല്ല സോറി പ്രതിപക്ഷം എല്ലാം പൊളിയാ. പ്രതിപക്ഷം പറയുന്നല്ല. ആലും വെറുതെ വിടി സതീശൻ എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ച് പറയുന്നല്ലേ. ഞങ്ങൾക്കറിയാവുന്നില്ലല്ലോ.
എന്തെങ്കിലും വിളിച്ചിങ്ങനെ പറഞ്ഞ് പിന്നെ ഇവിടെ ഉള്ള നാദാപുരത്തുള്ള ആൾക്കാർ ആരോടാണ്? നാദാപുരത്തുള്ള ആൾക്കാർ LDF കുറച്ച് സീറ്റല്ലേ ഇവിടെ? മിന്നുന്ന വിജയം, മിന്നുന്ന വിജയം 100 കൂടുതൽ ഉറപ്പല്ലേ? 100ക്ക് 100 തന്നെ. അത്രേ ഉള്ളൂ. അടിപൊളി. എടാ എന്നെ കൂടെ ചേർത്തെടുക്കണം. വലിയ ജനക്കൂട്ടം. മറ്റെന്താ ആരാ ഇഷ്ടപ്പെട്ട നേതാവാരാ? അച്ഛനാണോ ഇഷ്ടപ്പെട്ട നേതാവ്? ആരാ ഇഷ്ടപ്പെട്ട നേതാവാരാ? നേതാവാണോ? അപ്പം എന്തുകൊണ്ടാണ് മൂന്നാമത് പിണറായി സർക്കാർ വരുമെന്ന് പറയുന്നത്? മൂന്നാമത് പിണറായി സർക്കാർ വരണം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നാടിന്റെ വികസനം. നാടിന്റെ വികസനം, യുവജനങ്ങൾക്കുള്ള അവസരങ്ങൾ, തൊഴിൽ, PSC തന്നെയുള്ള നിയമനങ്ങൾ 5 വർഷത്തിനിടയിലുള്ള ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അതിന് മുന്നുള്ള 10 വർഷത്തിനിടയിലും നമ്മളെ വികസനം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള. പിന്നെ നമ്മളെ ലൈഫ് പദ്ധതി അതുപോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ആൾക്കൂട്ടം. ഇതിപ്പോൾ നിങ്ങൾ ഇപ്രാവശ്യത്തെ 10ാമത്തെ 11ാമത്തെ ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അല്ല, വിജയം വരെയുള്ള മുഴുവൻ ബഡ്ജറ്റും കേരളത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്നാമതും LDF വരുമെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? 10 വർഷം കൊണ്ട് ഇവിടെ ചെയ്ത മാറ്റങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ചെറുപ്പത്തിലൊക്കെ പവർ കട്ട് എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജെൻസിയാണോ? ആണ് 2007. അതുകൊണ്ട് തന്നെ പവർ കട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് യാതൊരു രീതിയിലുള്ള സാധനം അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും മൂന്നാമതൊരു ഭരണം. അതായത് നിരവധിയായ മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത് വരുമ്പോൾ ഇനിയും വികസിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരവസ്ഥയാണ് കുറ്റിയാടിയിൽ വന്ന സമയത്ത്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ വളരെ ചെറിയൊരു റോഡാണ്, പക്ഷെ ഭയങ്കര ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾ, ഇഷ്ടം പോലെ ആൾക്കാർ. എന്തുകൊണ്ടാണ് LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്? പറഞ്ഞോളൂ, അടിക്കാതെ പറഞ്ഞോളൂ. ടെൻഷനായിരുന്നു ചേച്ചിക്ക്. പറ എന്തുകൊണ്ടാണ്? താല്പര്യമില്ല, ചേച്ചിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? ഇവർക്ക് ആർക്കും താല്പര്യമില്ലേ? എന്തുകൊണ്ടാണ് LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് LDF വികസനം കൊണ്ടുവന്നിട്ട് നമുക്ക് LDF തന്നെ വരണം. അതുകൊണ്ട് മാത്രം നമുക്ക് പാവപ്പെട്ടവരെയും ദരിദ്ര ഇതിലാക്കണ്ടിട്ട് കൊണ്ടുവരണം നമുക്ക്. അപ്പൊ ഈ പ്രതിപക്ഷം പറയുന്നത് ചേച്ചി കേൾക്കുന്നില്ല? പ്രതിപക്ഷം പറയുന്നത് ഇല്ല, ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. അത്രേ ഉള്ളൂ. ഉറപ്പ്. അത്രേ ഉള്ളൂ. LDF കേരളത്തിൽ മൊത്തം നല്ല വികസന പരിപാടി നടത്തിക്കൊണ്ട് തന്നെ. പ്രതിപക്ഷം പറയുന്നൊന്നും ചേട്ടൻ കേൾക്കത്തില്ല. പ്രതിപക്ഷം പറയുന്നത് കേൾക്കുന്നില്ല. പ്രതിപക്ഷത്തിന് എന്തും പറയാലോ. കാരണം അവർക്ക് ഭരണം നഷ്ടപ്പെടുമ്പോ ഈ അധികാരമില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഇപ്രാവശ്യം കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടാവില്ല. അതാണ് നല്ല തിരക്കാണ്. പോസിബിളി നമുക്ക്
നമുക്ക് കാണാൻ പറ്റൂല്ലെന്ന് അറിയില്ല. ജനസാഗരമാണ് പുള്ളിയെ കാണാൻ വേണ്ടി വിളിക്കുന്നത്. ശരിക്കും ജനസാഗരം എന്ന് പറയുന്നത് അത്രയ്ക്ക് തിരക്കുള്ള മനുഷ്യരാണ്. മഞ്ഞ വെളിച്ചം മറ്റൊരു സ്ഥലത്തുള്ള ആൾക്കാർക്കും എനിക്ക് വന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയല്ല അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയണ്ടെന്നറിയില്ല. കൈൻഡ് ഓഫ് സെലിബ്രേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. പറയാൻ പറ്റാത്ത അത്രയുള്ള ഒരു സാധനമാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ കേരളത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റാലി അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണ് LDFൻ്റെ വികസന ജാഥ. അവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തകരുടെ തന്നെയാണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. പക്ഷേ എത്രത്തോളം ഇത് ഇലക്ഷനെ ബാധിക്കും അല്ലെങ്കിൽ അനുകൂലമാണോ പ്രതികൂലമാണോ ഒന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിഞ്ഞാലേ അതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിന്ന് അവിടെ കണ്ടത് ജനസാഗരമാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺഫിൽറ്റേർഡ് ബൈ ലേ ലെജൻഡ്, കോ പ്രൊഡ്യൂസ്ഡ് വിത്ത് ഫിഫ്ത്ത് എസ്റ്റേറ്റ്. ഈ ചാനൽ നിങ്ങൾ ലൈക്കും ഈ ചാനൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വേറെ ഒന്നും പറയില്ല. പിന്നെ ആ ബെല്ലൈക്കനോട് അമർത്തുക. അപ്പം ശരി, എന്നാൽ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.